Hi all, welcome to CC English Up. നമ്മൾ ഇന്ന് ബേസിക് ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് പേരുടെ പരാതിയാണ് ഗ്രാമർ പഠിച്ച് മടുത്തു, അല്ലെങ്കിൽ പണ്ട് മുതൽ ഒരുപാട് ഗ്രാമർ പഠിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്, ഇനി ഗ്രാമർ തെറ്റുമെന്ന് പേടിച്ചിട്ട് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് 1 ആണ്. ബേസിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നും അറിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ പേടിച്ചുകൊണ്ട് സംസാരിക്കാത്തവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമാൻഡ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് കമാൻഡ്സ്? മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടലാണ് കമാൻഡ്സ്. ഓക്കെ, മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കൽ, അതാണ് കമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വരൂ എന്നെങ്ങനെ പറയാ? ഇങ്ങോട്ട് വരൂ. അവിടെ ആക്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർട്ട് വിത്ത് യുവർ ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർബ് എന്ന് പറയും. എന്താണ് വേർബ്? അതായത് ക്രിയ. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ക്രിയ എന്ന്. ഓക്കെ, വേർബ്. അപ്പോ നമ്മളിവിടെ വേർബ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ പറയാ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരാളായിരിക്കാം. അപ്പൊ അവിടെ അയാളുടെ പേരെടുത്ത് പറയണ്ട, അല്ലെങ്കിൽ യു എന്ന് പറയണ്ട. ഓക്കെ, നീ അത് ചെയ്യ് എന്ന് പറയണ്ട, അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരൂ എന്നെങ്ങനെ പറയാ? അവിടുത്തെ ആക്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ അല്ലെ. ഇവിടുത്തെ ആക്ഷൻ വരൂ എന്നാണ്. ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ ഇവിടെ വരൂ. അപ്പൊ ഈ വരിക എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാ? വരിക എന്താണ്? കം എന്നാണ്. എന്താണ്? കം. ഓക്കെ, കം. ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ എന്നെങ്ങനെ പറയാ? ഹിയർ എന്നാണ്. ഇവിടെ ഹിയർ, അവിടെ എന്താണ്? ദെയർ. ഓക്കെ, അപ്പോ ഇവിടെ വരൂ എന്നെങ്ങനെ പറയും? കം ഹിയർ. എന്താണ്? കം ഹിയർ, ഇവിടെ വരൂ. ഓക്കെ, ഇനി വാതിൽ തുറക്കൂ. എന്താണ് പറയാ? വാതിൽ തുറക്കൂ. എങ്ങനെ പറയും? തുറക്കുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? തുറക്കുക. ഓപ്പൺ. എന്താണ്? ഓപ്പൺ. തുറക്കുക എന്നെങ്ങനെ പറയാ? ഓപ്പൺ. ഇനി വാതിൽ എന്നെങ്ങനെ പറയാ? വാതിൽ. ഡോർ എന്നാണ്. എന്താണ്? ഡോർ. ഓപ്പൺ ദി ഡോർ. ഓപ്പൺ ദ ഡോർ. ഓക്കെ, ഡോർ തുറക്കൂ അല്ലെങ്കിൽ വാതിൽ തുറക്കൂ. ഇനി ഇംഗ്ലീഷ് സംസാരിക്കൂ. എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കൂ. സംസാരിക്കുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സ്പീക്ക് എന്നാണ്. എന്താണ്? സ്പീക്ക്. ഇംഗ്ലീഷ്. സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കമാൻഡ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി സൈൻ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത്. ഓക്കെ, യെസ്. ആൻഡ് പാട്ട് പാടൂ എന്നെങ്ങനെ പറയാ? ഒരു പാട്ട് പാടൂ എന്നെങ്ങനെ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് കമാൻഡ്സ് നോക്കാം. പോസിറ്റീവ് കമാൻഡ്സ് ആണ് ഒരു കാര്യം ചെയ്യൂ എന്ന് പറയല് അല്ലെ. ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് പോസിറ്റീവ് കമാൻഡ്സ് ആണ്. ഇനി ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് കമാൻഡ്സ് ആണ് അല്ലെ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ എന്ന് പറയാൻ നമുക്ക് ഡു ഉപയോഗിക്കാം അല്ലെ. ഡു, ചെയ്യുക. ഇനി ചെയ്യരുത് എന്ന് പറയാനോ? ഡൂവിന്റെ കൂടെ ഒരു നോട്ട് ഉപയോഗിക്കാം. ചെയ്യരുത്, അരുത് എന്ന് നോട്ടല്ലേ പറയാ. യെസ്, അപ്പോ ഡോണ്ട്. എന്താണ്? ഡോണ്ട്. ഡോണ്ട് ഉപയോഗിക്കുക. അപ്പൊ ഓടരുത് എന്നെങ്ങനെ പറയാ? ഓടരുത്. ഓടൂ എന്നെങ്ങനെ പറയാ? റൺ അല്ലേ. റൺ. ഇനി ഓടരുത് എന്നെങ്ങനെ പറയാ? ഡോണ്ട് ആഡ് ചെയ്യാ. എന്താണ്? ഡോണ്ട് റൺ. ഡോണ്ട് റൺ. ഓക്കെ, ഇനി ബോട്ടിൽ തുറക്കരുത് എന്നെങ്ങനെ പറയാ? ബോട്ടിൽ തുറക്കൂ എന്നെങ്ങനെ പറയാ? ഓപ്പൺ ദി ബോട്ടിൽ. ഇനി ബോട്ടിൽ തുറക്കരുത് എന്നെങ്ങനെ പറയും? യെസ്, അവിടെ നമുക്ക് ഡോണ്ട് ആഡ് ചെയ്യാം. ഡോണ്ട് ഓപ്പൺ ദി ബോട്ടിൽ. ഡോണ്ട് ഓപ്പൺ ദി ബോട്ടിൽ. ഓക്കെ, ഇനി ലൈറ്റ് ഓൺ ആക്കൂ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കൂ അല്ലെങ്കിൽ ഫാൻ ഓൺ ആക്കൂ, AC ഓൺ ആക്കൂ എന്നൊക്കെ പറയാം. അവിടെ സ്വിച്ച് ഓൺ ദി ലൈറ്റ് അല്ലെങ്കിൽ ടേൺ ഓൺ ദി ലൈറ്റ് എന്ന് പറയാം. അപ്പോ ലൈറ്റ് ഓൺ ആക്കരുത് എന്നെങ്ങനെ പറയും? ലൈറ്റ് ഓൺ ആക്കരുത്. വീണ്ടും നമുക്ക് ഡോണ്ട് ഉപയോഗിക്കാം അല്ലെ. ഡോണ്ട് സ്വിച്ച് ഓൺ ദി ലൈറ്റ്. ഡോണ്ട് സ്വിച്ച് ഓൺ ദ ലൈറ്റ്. ക്ലിയർ അല്ലേ? ഡോണ്ട് സ്വിച്ച് ഓൺ ദി ലൈറ്റ്. ഓക്കെ, യെസ്. ഇനി പാട്ട് പാടരുത് എന്നെങ്ങനെ പറയും? പാട്ട് പാടൂ എന്നെങ്ങനെ പറയാ? താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഇനി പാട്ട് പാടരുത് എന്നെങ്ങനെ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി, ബേസിക് ഇൻ ഇംഗ്ലീഷ് പഠിക്കാനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക.